ഓം ശാന്തി. ഈ ആഴ്ച നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പഠിക്കുന്നതും നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് പവർഫുള്ളാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളതാണ് പഠിക്കുന്നത്. ഇന്നലെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ആ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പദം ഏത് വർഷങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, എത്ര കാലപ്പഴക്കങ്ങളുള്ളതായിരിക്കുന്ന പ്രയോഗമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, അതെവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് എന്താണ് നമ്മുടെ ഇൻ്റലക്റ്റ്? ഇമോഷണൽ ഇൻ്റലിജൻസിലെ രണ്ടാമത്തെ ഭാഗം എന്താ? ഇമോഷൻസ് റിലേറ്റഡ് ടു മൈൻഡ്, ഇൻ്റലിജൻസ് റിലേറ്റഡ് ടു ഇൻ്റലക്റ്റ്. അപ്പം അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ രണ്ടാമത്തെ ശക്തി അഥവാ ഇൻ്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റി കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണ കമ്പനീസിനൊക്കെ ഒരു MIS എന്നൊരു സാധനം ഉണ്ടാവും, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം, ഇത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന പദമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതേസമയം ഈ ഒരു കമ്പനി, ഇത് ഈശ്വരൻ നമുക്ക് തന്ന ഗിഫ്റ്റാണല്ലോ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു MIS, മൈൻഡ്, ഇൻ്റലക്റ്റ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് ഈ മൂന്ന് കാര്യങ്ങളുടെ മാനേജിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ. ലൈഫ് മാനേജ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് മൈൻഡ്, മാനേജ്മെൻറ്റ് ഓഫ് ഇൻ്റലക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സംസ്കാർ അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിൽ ഇമോഷൻസിനെ കുറിച്ചും മൈൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇൻ്റലക്റ്റ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇൻ്റലക്റ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ബൈ ബർത്ത് അതൊരു ഫ്രീ ആയിരിക്കുന്ന നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു ബാഡ്മിൻ്റൺ ബ്രാക്കറ്റിൻ്റെ പോലെയാണ്. അതിൽ ഇൻഫോർമേഷൻസിൻ്റെ ആധാരത്തിൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുമെന്നും, അനുഭവങ്ങളാകുന്ന കളികളിൽ ഓരോ ജീവിതത്തിലെ എക്സ്പീരിയൻസ് നമ്മൾ കളിക്കുമ്പോഴും അതൊരു സർവിങ് പോലെയാണ്, ടെന്നീസിൻ്റെ ആ ഹോൾ ഡെവലപ്പ് ചെയ്യുന്ന പോലെ. ഇതെല്ലാം ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ ഇന്നലെ പഠിച്ച പാഠങ്ങൾ. അതുകൊണ്ട് ഓർമ്മിക്കണം, ഞാൻ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണെന്ന് പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ ജീവിതത്തിൽ ഇൻഫോർമേഷൻസിൻ്റെ ആധാരത്തിൽ 13 വയസ്സ്, ഓൾമോസ്റ്റ് 13-14 വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ നെറ്റ്വർക്ക് ഫോർമേഷൻ കഴിയാനായിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാം. ആ നെറ്റ്വർക്ക് ഫോർമേഷനിൽ എപ്പോഴാണോ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, അത് സക്സസ് ആണെങ്കിൽ ആ രീതിയിൽ, ഫെയിലിയർ ആണെങ്കിൽ ആ രീതിയിൽ ഒരു ഇൻഫോർമേഷൻ, ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ അത് നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ആയിട്ട്, ഒന്നുകിൽ ചില എക്സ്പീരിയൻസ് അത് നമുക്ക് മാനേജ്ഡ് ആണ് എങ്കിൽ അത് നമ്മുടെ നെറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടും. ചില എക്സ്പീരിയൻസ് അത് വീക്കാണെങ്കിൽ ആ ഒരു വയറിൻ്റെ സ്ട്രെങ്ത്ത് അത് കുറയ്ക്കും. ചില എക്സ്പീരിയൻസസ് ആ നെറ്റുകളുടെ ഗ്യാപ്പ് വലുതാക്കിയിട്ട് അതിനുള്ള ബോൾ കുരുങ്ങിപ്പോകുന്ന രീതിയിലൊക്കെ ആക്കിക്കളയും. എന്നുവെച്ചാൽ അർത്ഥം, ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷവും ഉത്സാഹവും ശക്തിയും തരുന്ന ഘടകങ്ങളാവും. എന്നുവെച്ചാൽ അതിൻ്റെ വയറിനെ സ്ട്രോങ് ആക്കി എന്നർത്ഥം. ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയവും ആശങ്കയും ഉടലെടുക്കുന്നതായിരിക്കും, അത് നമ്മുടെ വയറിനെ വീക്കാക്കി എന്നർത്ഥം. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് സത്യമെന്ന അനുഭവം അങ്ങ് തരും. പിന്നെ ഇനി ഒരു സ്റ്റെപ്പ് വയ്ക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടേ ഞാൻ വെക്കൂ എന്നുള്ള അത്രയും ആഴത്തിൽ എക്സ്പീരിയൻസ് ആവും. മീൻസ് ആ നെറ്റിൻ്റെ ഉള്ളിൽ ഒരു ബോൾ കുരുങ്ങാനുള്ളതായിട്ടുള്ള ഹോൾ ഉണ്ടാക്കി എന്നർത്ഥം. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെയും അതുപോലെ ഫീലിങ്സിൻ്റെയും സ്റ്റഡിയുടെയും ഇൻഫോർമേഷൻ്റെയും ഇങ്ങനെ അറിഞ്ഞും കേട്ടും അനുഭവിച്ച ആധാരങ്ങളുടെ ആധാരത്തിൽ ചില വയറുകൾ സ്ട്രോങ് ആവും, ചിലത് വീക്കാവും, ചിലപ്പോൾ ഹോൾ വരും, ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ അർത്ഥം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ അതിനെ വിശകലനം ചെയ്യാനും പഠിക്കാനും അതിൽ നിന്ന് പുതിയ പാഠങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് നമ്മുടെ ഇൻ്റലക്റ്റ് എന്നതായിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഹോൾസ് ഉണ്ടാവാതെ നമുക്ക് സൂക്ഷിക്കുകയും വേണം. എന്നാൽ ഈ ഹോൾസ് എന്തൊക്കെയാണ് സാധ്യത? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻ്റലക്റ്റ് ഫോർമേഷനെ കുറിച്ചും അത് ലെയറിനെ കുറിച്ചും നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കുന്ന എന്തൊക്കെ ഹോൾസാണ് ഉണ്ടാവാനുള്ള സാധ്യത. നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിൻ്റെ ആധാരത്തിലുണ്ടാകുന്ന ഒരു വീക്ക് അഥവാ അതേസമയം ഒപ്പത്തിനൊപ്പം പവർഫുള്ളുമാണ് ഒരു ഹോളിൻ്റെ പേരാണ് സൈക്കോളജിക്കൽ പൊസിഷനിങ് എന്ന് നമ്മൾ പറയും. വേറൊരു ഭാഷയിൽ സിമ്പിളായി പറഞ്ഞാൽ മെൻ്റൽ പൊസിഷനിങ് എന്നും പറയാറുണ്ട്. എന്നുവെച്ചാൽ അർത്ഥം, ഒരു കാര്യം ഒരു അനുഭവത്തിൻ്റെ ആധാരത്തിലൂടെ മാത്രമാണ് ഒരു കാര്യത്തിന് നോക്കിക്കാണാൻ നമുക്ക് പറ്റൂ.
ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപാട് തവണ കേട്ട, പല ട്രെയിനിങ്ങിലും കേട്ട ഒരു സ്റ്റോറി ആയിരിക്കാം. പല ട്രെയിനേഴ്സും പല പ്രോഗ്രാംസിലും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് അവസരോചിതമായിട്ട് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഒരു ചപ്പൽ വിൽക്കുന്നതായിരിക്കുന്ന കമ്പനിക്കാർ അവരുടെ എക്സിക്യൂട്ടീവിനെ ഒരു ദ്വീപിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ അവരുടെ കമ്പനിയുടെ മാർക്കറ്റിൻ്റെ പോസിബിലിറ്റി അറിയാൻ വേണ്ടി. അവിടെ പോയി നോക്കിയ ശേഷം എക്സിക്യൂട്ടീവ് പറയും, സാർ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് പോലും നമുക്ക് ചിലവാകും തോന്നുന്നില്ല, ഇത് പക്കാ ഫെയിലിയർ ആയിരിക്കും, അവിടെ നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു ഷോപ്പ് വേണ്ട എന്ന് പറയും. അപ്പോൾ അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം വേറൊരു എക്സിക്യൂട്ടീവിനെ പറഞ്ഞേക്കുകയാണ്. ഒരു നാട്ടിൽ ഒരു ചെരുപ്പ് പോലും ചിലവാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? വേറൊരാളെ പറഞ്ഞയച്ചു. അയാൾ അവിടെ പോയിട്ട് ഫോൺ ചെയ്യാണ്, സാർ ഇവിടെ നമുക്ക് ഫുൾ സ്കോപ്പാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് നമുക്കിവിടെ നിർബന്ധമായിട്ട് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം രണ്ടാളെയും വിളിച്ചു വരുത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പറഞ്ഞതെന്ന് ആദ്യത്തെ ആളോട് ചോദിക്കുക. അപ്പോൾ പറയും, സാർ അവിടെയുള്ള ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല, ചെരുപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ നാട്ടിൽ പോയിട്ട് ഒരു ഷോപ്പ് തുറന്നിട്ട് എന്താ നമുക്ക് ബെനിഫിറ്റ് എന്ന്. അപ്പോൾ മറ്റാൾ പറയുന്നത്, സാർ ഇത് സെയിം റീസണാണ് എനിക്കും പറയാനുള്ളത്, അവിടെ ആരും ചെരുപ്പിട്ട് നടക്കുന്നേ ഇല്ല, പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം അനുകരണമാണ്. ആ നാട്ടിലൊരു ചെരുപ്പിൻ്റെ ഔട്ട്ലെറ്റ്, നമ്മുടെ ഫാക്ടറിയിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി, അവിടെ നമ്മൾ കുറച്ച് പേര് ഷൂവും ചപ്പലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ അവിടെ ടോട്ടൽ മാർക്കറ്റ്, അത് നമുക്കുള്ളതാണ് ആ മാർക്കറ്റ് സാർ, അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അർത്ഥം ഒരേ സിറ്റുവേഷനാണ് കഴിഞ്ഞു പോയത്. ആ സിറ്റുവേഷനിൽ രണ്ടാളുടെയും മനോനില, പോസിറ്റീവായ ആൾ പോസിറ്റീവ് കണ്ടു, നെഗറ്റീവായ ആൾ നെഗറ്റീവ് കണ്ടു. നമ്മൾ പറയാറില്ല, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം എടുത്താൽ അതിൽ ചില ആളുകൾ അര ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയുന്നു, മറ്റു പലരും അര ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് പറയുന്നു. ചില ആൾക്കാർ ചളിയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയെ കാണും, ചില ആൾക്കാർ ചന്ദ്രനിൽ പോലും കളങ്കം കണ്ടെത്തുന്നവരും ഉണ്ട്. അതുകൊണ്ട് അവനവൻ്റെ മനസ്സിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, പൊസിഷനിങ് അനുസരിച്ചാണ് ഒരു കാര്യത്തെ നമ്മൾ കാണുന്നതും അതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ഉള്ളിൽ അത് ഞാൻ പോസിറ്റീവാണ് സ്വീകരിച്ചതെങ്കിൽ പോസിറ്റീവ് ലെവലുള്ളതായിരിക്കുന്ന പൊസിഷനിങ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ലെവലുള്ളതായിട്ടുള്ള പൊസിഷനിങ് എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ, എൻ്റെ ഇൻ്റലക്റ്റിനുള്ളിൽ വന്നു തീരും. ഇതിൻ്റെ ആധാരത്തിലായിരിക്കും ഞാനൊരു ഡിസിഷൻ എൻ്റെ ലൈഫിൽ എടുക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇതിന് സൈക്കോളജിക്കൽ പൊസിഷനിങ് എന്നാണ് പറയുക. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ലിമിറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ സാധാരണ നമ്മുടെ വീടുകളിലാണെങ്കിൽ നോക്കിക്കോളൂ, പെൺകുട്ടികളാണെങ്കിൽ നീ പെൺകുട്ടിയാണ്, നിനക്കതേ ചെയ്യാൻ പറ്റൂ, നീ ആൺകുട്ടിയാണ്, നീ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നീ ഇങ്ങനെ വേണ്ടേ അങ്ങനെ വേണ്ടേ, ഈ രീതിയിലൊരു ഹാമറിങ് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ് എന്ന കോൺഷ്യസ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പക്ക ബോഡി കോൺഷ്യസ്, അത് എത്ര കൂടുതൽ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതനുസരിച്ച് ഞാൻ ഇന്നതേ ചെയ്യൂ, ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറയും. ഇത് രണ്ടും നല്ലതൊക്കെ തന്നെയാണ്. കാരണം ഒരു ആൺകുട്ടി ചെയ്യാനുമുള്ള കാര്യങ്ങളും ഉണ്ടാവും, പെൺകുട്ടി ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ വേണമെങ്കിൽ രണ്ടും ചെയ്യാനുള്ളതായിട്ടുള്ള എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും നെഗറ്റീവ് സൈഡ് ആക്റ്റീവ് ആകും, പോസിറ്റീവ് സൈഡ് പതുക്കെ പതുക്കെ ഇനാക്റ്റീവ് ആവാൻ തുടങ്ങും. അതുകൊണ്ടൊരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആവശ്യമാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന എല്ലാ ബന്ധനങ്ങളും നമുക്ക് പൊട്ടിക്കാൻ സാധിക്കണം. അതിലുപരിയായിക്കൊണ്ട് എനിക്കിത്രയേ പറ്റൂ എന്ന് നമ്മുടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എവിടെയാണ് കാണുക? അയ്യോ ഞാനൊരു ഗ്രാമത്തിലെ ആളാണ്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കൂ, ഞാനൊരു സാധാരണ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന ഒരാളാണ്, ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല. അങ്ങ് എങ്ങനെയാണ് പറയുന്നത്? ഇത്രയ്ക്കൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്ക്, ഇത്ര ഏജ് ആയ ഒരാൾക്കാണോ ഇങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ എനിക്ക് പറ്റില്ല പറ്റില്ല പറ്റില്ല, ഞാൻ ഇതാണ് അതുകൊണ്ട് എനിക്കിത് പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്കിത് പറ്റില്ല, ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ പറ്റില്ല, ഞാനൊരു അച്ഛനാണ് എനിക്കിങ്ങനെ പറ്റില്ല. ഇങ്ങനെ പറ്റില്ലാത്തതിൻ്റെ ലിസ്റ്റ് എല്ലാ ഉണ്ടാക്കിക്കൊണ്ട് അതിനുള്ളിലൊരു സോൺ ക്രിയേറ്റ് ചെയ്ത് ആ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു 90% മനുഷ്യന്മാരും ചെയ്യുന്ന ഫോൾട്ട്. ആ ഒരൊറ്റ ഫോൾട്ട് കൊണ്ട് തന്നെയാണ് ജീവിതം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തുന്നു. എന്ത് ചെയ്യുന്നോ ദിവസവും രാവിലെ എഴുന്നേൽക്കും, അതേ ബ്രഷിങ് ചെയ്യും, അതേ ബാത്റൂമിൽ കുളിക്കും, അതേ ഓഫീസിൽ പോകും, അതേ കാര്യം ചെയ്യും, എല്ലാം ദ സെയിം റെഗുലർ 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 റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ. ജീവിതത്തിൽ ദ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാത്തിരിക്കും നാളെ ഒരു ഗോഡ് ഫാദർ വരും, എൻ്റെ ജീവിതത്തിൽ ഒരു സ്വപ്നങ്ങളുമായി വന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് കാത്തിരിക്കുന്ന മനോഭാവം. ഇത് ഇന്നത്തെ സമൂഹത്തിൽ വലിയ ഒരു തലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ലിമിറ്റ് ആര് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അതിന് നല്ലൊരു ഭാഷ ഞാനൊരു ട്രെയിനറുടെ ക്ലാസ്സിൽ ഞാൻ കേട്ട് പഠിച്ച സമയത്ത് ഞാൻ ഓർത്ത് പോവുകയാണ്, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വാക്ക്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് അത് പറയുകയാണ്. സൈക്കോളജിക്കൽ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന്.
എന്നുവെച്ചാൽ അർത്ഥം എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് എന്തൊക്കെ ചിന്തിക്കാമോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, എന്നാൽ നിങ്ങൾ ലൈഫിൽ സക്സസ് നേടിയിട്ടുണ്ടായിരിക്കും. അതിൽ നോ ഡൗട്ട്. നിങ്ങളുടെ ബുദ്ധി പൂർണ്ണമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അതിൽ യാതൊരു സംശയവും നമുക്കില്ല. അതുകൊണ്ട് ഈ ബോക്സിൻ്റെ ഞാൻ എൻ്റെ സാധാരണഗതിയിലൊരു മനുഷ്യൻ അവനവൻ്റെ ജീവിതത്തിൻ്റെ 4Rൻ്റെ ഒരു മതിലുണ്ടാക്കുന്നു പറയും. റോൾ, റെസ്പോൺസിബിലിറ്റി, റൂട്ടീൻ ആൻഡ് റിലേഷൻസ്. ഈ 4R കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളെ അങ്ങ് ബന്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ എനിക്കിതേ പറ്റൂ, ഞാൻ ഇന്നവരാണ്, എനിക്കതേ പറ്റൂ, എനിക്കിന്നതാണ്. അതുകൊണ്ട് ഞാൻ സ്വയം ചാർത്തി തന്ന കുറേ ലേബൽ, എൻ്റെ ബന്ധുക്കൾ എനിക്ക് ചാർത്തി തന്ന കുറേ ലേബൽ, എൻ്റെ സൊസൈറ്റി എനിക്ക് ചാർത്തി തന്ന കുറേ ലേബൽ, ഇങ്ങനെയുള്ള ലേബലുകൾ കൊണ്ടൊരു കൂടുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഡിസിഷൻസ് അതിൻ്റെ ആധാരത്തിലേ ഉണ്ടാവുള്ളൂ. ഇമോഷൻസ് അതിൻ്റെ ആധാരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആ ഇമോഷൻസ് നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. അവിടെ വീണ്ടും നമ്മുടെ ഇൻ്റലക്റ്റ് വീക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിലെ പെർഫോമൻസ്, നമ്മുടെ കാലിബറിനെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള വിധികൾ, അല്ലെങ്കിൽ നമ്മളുള്ളതായിരിക്കുന്ന പൊട്ടൻഷ്യലിന് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്കാവില്ല. അവസാനം ആരോ ജനിച്ചു ആരോ ജീവിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ എങ്ങനെയോ തള്ളി നീക്കുന്ന ജീവിതമാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഈ സൈക്കോളജിക്കൽ ലിമിറ്റ് അഥവാ ലേബൽസ് അതിനെ പറിച്ചെറിഞ്ഞേ പറ്റുള്ളൂ. ആ ലിമിറ്റിനെ പൊട്ടിച്ച് പുറത്തു വന്നേ പറ്റുള്ളൂ. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്. എന്താണോ എൻ്റെ ഓപ്റ്റിമം? ഞാൻ എന്നും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു 10 ആളുടെ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ കാര്യം ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ വിചാരിച്ചോളൂ. അഥവാ എന്നെ പോലുള്ളവർ ഇത്രയേ ചെയ്യുന്നുള്ളൂ, ഞാൻ ഇത്ര ചെയ്യും, ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാൻ എന്നോട് ചോദിക്കുന്ന കാര്യം, നിൻ്റെ ഓപ്റ്റിമമായോ, നീ നിൻ്റെ മാക്സിമം ചെയ്തോ എന്ന് ഞാൻ എന്നോട് ചോദിക്കും. പലപ്പോഴും എൻ്റെ മനസ്സിനോട് പറയും, പോരാ, കുറച്ചും കൂടെ ചേർക്കാം, എന്നാലേ ഓപ്റ്റിമം ആവൂ. മാക്സിമം യൂട്ടിലൈസേഷൻ, മറ്റുള്ളവരെയല്ല, അവനവനെ. എന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എനിക്കിതേ പറ്റൂ, ഇങ്ങനെയാവൂ, ഇത്രയാണ് ഏജ്, ഇങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ്, ഞാൻ അവിടെയാണ്. എല്ലാ ബ്രേക്കിനും എല്ലാ ബ്ലോക്കിനും ഞാൻ പൊട്ടിച്ചെറിയാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കും, ഞാൻ ഈ ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇൻസൈറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കും, വാട്ട് ഐ ക്യാൻ ഡു. ഈ ലോകത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ എന്നെ ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഉപയോഗപ്രദമാക്കാൻ പറ്റും, എങ്ങനെ എൻ്റെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ എൻ്റെ കാലിബറിനെ മാക്സിമം സർവീസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും, എങ്ങനെ ഈ ശരീരത്തിന്, ഈ ശ്വാസത്തിന്, സമയത്തിന്, ധനത്തിന്, സങ്കല്പത്തിന് ഒക്കെ മാക്സിമം പുണ്യകർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ തിരഞ്ഞെടുത്ത ഫീൽഡ് അത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നു മാത്രം. മാക്സിമം യൂസ് അഥവാ ഓപ്റ്റിമം യൂസ്, അത് നിങ്ങളോട് ചോദിച്ചു നോക്കൂ. അത് എന്നോട് ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയ ഈ ഒരു ലിമിറ്റ് അഥവാ ബോക്സിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച് പുറത്തു വരും. നമുക്ക് ചെയ്യാൻ 100 കണക്കിന് മേഖലകൾ, 100 കണക്കിന് കാര്യങ്ങൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജി എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കതൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും. അതിൻ്റെ പേരാണ് ആ സൈക്കോളജിക്കൽ ലിമിറ്റ് എന്ന ഒരു ഹോളിനെ പെർഫെക്റ്റ് പാക്കിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളത്. മറ്റൊന്ന് അസംഷൻസ്. എപ്പോഴും ഇമോഷണലായിട്ട് വീക്കാവുന്നവർക്ക് അസംഷൻ കൂടുതലായിരിക്കും. കാന്ന് പറഞ്ഞാൽ കാക്കേനെയാക്കുന്നവരെന്നൊക്കെ എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാന്ന് പറഞ്ഞാൽ കാക്കേനെയാക്കും അവരെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് അസംഷൻ, ഇംഗ്ലീഷ് ഭാഷയിൽ പറയുകയാണെങ്കിൽ. ഒരു കാര്യം ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും ഇവർ പറയുക എന്നതായിരിക്കുന്ന അനുമാനം എന്നതായിരിക്കുന്ന ഒരു രോഗം. അതൊരു വലിയ രോഗം തന്നെയാണ്. ആ രോഗം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ കാര്യം ഇത്തിരി പോകുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ രാമായണത്തിലെ ഒരു കഥ നിങ്ങൾക്ക് വേണ്ടി സമയത്ത് നരേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രാമായണത്തിലെ വനവാസ കാലഘട്ടം. രാമനും ലക്ഷ്മണനും കൂടി ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. രാമൻ ഉറങ്ങുമ്പോൾ ലക്ഷ്മണൻ ഉണർന്നിരിക്കും, ലക്ഷ്മണൻ ഉറങ്ങുമ്പോൾ രാമൻ ഉണർന്നിരിക്കും എന്നതായിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാമനും സീതി ഉറങ്ങുകയാണ്, ലക്ഷ്മണൻ കാവലിരിക്കുകയാണ്, ഗുഹയുടെ പുറത്തിരിക്കുകയാണ്. രാത്രി 12 മണിയാവാനുള്ള സമയം. ഒരു രാക്ഷസി ഈ ലക്ഷ്മണൻ്റെ മുന്നിൽ പ്രത്യക്ഷയായി. ലക്ഷ്മണന് ഒരുപാട് ചീത്ത വാക്കുകൾ കൊണ്ട് പറയുകയാണ്, നിൻ്റെ വിചാരം നീ എന്തോ ആണെന്നാണ്, നീ ഒന്നുമല്ല, നീയാണോ പറയുന്ന അവതാരത്തിന്, ഇങ്ങനെ എന്തൊക്കെ ശാപവാക്കുകൾ പറയാമോ അതെല്ലാം പറഞ്ഞു. കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ, വിഷമം, ദേഷ്യം ഇതൊക്കെ ലക്ഷ്മണൻ്റെ മനസ്സിൽ വന്നു. എന്നാലും സഹിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ ഉറങ്ങുകയാണ്, ജ്യേഷ്ഠത്തി ഉറങ്ങുകയാണ്, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ക്വയറ്റ്. അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത്
ഈ രാക്ഷസിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഇവിടെ എത്തില്ല. ഉടനെ രാക്ഷസി പറയുകയാണ്, നിന്റെ വിചാരം നിന്റെ ജ്യേഷ്ഠൻ ഭഗവാനാണെന്നല്ലേ, പിന്നെ ഞാൻ അടുത്ത നിമിഷം നിന്റെ ജ്യേഷ്ഠനും ചേരും, നിന്റെ ജ്യേഷ്ഠൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. നിങ്ങൾക്കറിയോ, ഇമോഷണലി വീക്കാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ അതാണ്. എവിടെയാണോ ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ സ്ഥലത്ത് 2 കുത്തുകുത്തിയാൽ എൻ്റെ ഹാർട്ടും തന്നെ താൻ ബ്ലഡ് പുറത്തേക്ക് ഒഴുകും. ദ സിമ്പിൾ ഫിലോസഫി ഇമോഷണൽ ഇൻ്റലിജൻസിലെ ദ സെയിം തിങ് അവിടെ രാക്ഷസി ഉപയോഗിക്കുകയാണ്. രാമനെയും സീതേനെയും പറയാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ടു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ ശരിയാക്കും, നീ ഭയങ്കര അഹങ്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അസ്ത്രം എടുത്ത് രാക്ഷസിയുടെ നേരെ അയച്ചു. ആ അസ്ത്രം ചെന്ന് കൊണ്ടപ്പോൾ രാക്ഷസി കുറച്ചുകൂടെ അങ്ങ് വലുതായി. ലക്ഷ്മണൻ്റെ ക്രോധം കുറേയും കൂടി ഇരട്ടിച്ചു. നീ മായാവിയാണല്ലേ, ഞാൻ നിന്നെ ഇപ്പോൾ ശരിയാക്കണമെന്ന് പറയുന്നു. 2ാമത്തെ അസ്ത്രം അയച്ചു, കുറച്ചും കൂടെ വലുതായി. ഒരു 4 അസ്ത്രം അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാക്ഷസി ആകാശത്തോളം വലുതായി. രാക്ഷസി കുനിഞ്ഞ് ലക്ഷ്മണനെ അങ്ങ് തൂക്കിയെടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ഉറക്കെ കരഞ്ഞു പോവും ഭയം കൊണ്ട്. ജ്യേഷ്ഠ ഓടി വരണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പറയുകയാണ്. അങ്ങനെ കരച്ചിൽ കേട്ട്, ലക്ഷ്മണൻ്റെ കരച്ചിൽ കേട്ട് രാമൻ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റു, ഓടി വന്നപ്പോൾ രാമൻ വന്നപ്പോൾ രാക്ഷസി അപ്രത്യക്ഷമായി. അപ്പോൾ രാക്ഷസി അപ്രത്യക്ഷമായപ്പോൾ ഉടനെ തന്നെ രാമൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി, നീ ആകെ വിയർത്ത് കുളിച്ചത്, എങ്ങനെ ഈ മുറിവേറ്റത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആകെ തലോടി സമാധാനിപ്പിക്കുമ്പോൾ പറയും, ഒരു മായാവി രാക്ഷസി വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ജ്യേഷ്ഠൻ വന്നതും ഓടിപ്പോയി കളഞ്ഞു, ഇനി പേടിക്കാനില്ല എന്ന് തോന്നുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഉറങ്ങാൻ പറയും. അങ്ങനെ രാമൻ വീണ്ടും പോയി. രാമൻ ഉറങ്ങാൻ തുടങ്ങിയ സമയം നോക്കി വീണ്ടും വന്നു രാക്ഷസി നേരത്തെ ചെയ്തതിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിക്കൊണ്ട് ഈ പ്രാവശ്യം ലക്ഷ്മണനെ കുറ്റം പറയുന്നത് കുറച്ചു, അതേസമയം രാമനെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും കുറച്ചും കൂടെ കൂട്ടി. ഉടനെ ലക്ഷ്മണൻ്റെ കൺട്രോൾ പോയി, ദേഷ്യമായി. എഗെയിൻ രാക്ഷസിയുടെ നേരെ അസ്ത്രം അയച്ചു, യുദ്ധം ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായത് സെയിം എഫക്റ്റ്. രാക്ഷസി കുനിഞ്ഞ് ലക്ഷ്മണനെ അങ്ങ് തൂക്കിയെടുത്തു. വീണ്ടും ലക്ഷ്മണൻ കരഞ്ഞു, ജ്യേഷ്ഠ ഓടി വരണേ. രാമൻ വന്നു, രാക്ഷസി അപ്രത്യക്ഷമായി. ഉടനെ രാമൻ പറയാണ്, എന്തായാലും ഞാൻ ഉറങ്ങി, നീ ഉണർന്നിരിക്കുമ്പോഴാണല്ലോ രാക്ഷസി വരുന്നത്, ഇനി ഒരു കാര്യം ചെയ്യാം, നീ പോയി കിടന്നുറങ്ങും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് നോക്കട്ടെ, ഒറ്റയ്ക്കാകുമ്പോൾ രാക്ഷസി വരുമോ നോക്കാലോ എന്ന് പറയും. അങ്ങനെ രാമൻ ഒറ്റയ്ക്കായി, ലക്ഷ്മണൻ ഗാഠനിദ്രയിലായി. സമയം നോക്കി രാക്ഷസി വീണ്ടും വന്നു. ഈ പ്രാവശ്യം രാക്ഷസി വന്നപ്പോൾ രാമനെക്കുറിച്ചല്ല പറഞ്ഞത് മുഴുവൻ ലക്ഷ്മണനെക്കുറിച്ചാണ്. രാമന് കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിച്ചു. രാമനെയും ലക്ഷ്മണനെയും സീതേനെ അടക്കം ശകാരിച്ചിട്ടും രാമനിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ഇപ്പം രാമൻ ചോദിക്കുകയാണ്, കുറേ നേരം ആയല്ലോ നീ തുടങ്ങിയിട്ട്, നേരത്തെ ലക്ഷ്മണൻ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേട്ടു, എന്താ ഇപ്പം നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എനിക്ക് നീയായിട്ട് യുദ്ധം ചെയ്യണം, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയും. എന്നാൽ പിന്നെ ആവാലോ, പക്ഷേ ഇപ്പോൾ ലക്ഷ്മണനും സീതയും ഉറങ്ങുകയല്ലേ, ഇവിടെ യുദ്ധം ചെയ്താൽ ഒരു ഉറക്കം മോശമായാലോ, നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്ന് യുദ്ധം ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നു. രാക്ഷസി യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ട പ്രകാരം രാമൻ ഓരോരോ അസ്ത്രങ്ങൾ രാക്ഷസിയുടെ നേരെ അയക്കാൻ തുടങ്ങി. ആദ്യത്തെ അസ്ത്രം കൊണ്ടപ്പോൾ കുറച്ച് ചെറുതായി, 2ാമത്തെ കുറച്ചുകൂടെ ചെറുതായി. അങ്ങനെ ഒരു 4 അസ്ത്രം അയച്ചു കഴിഞ്ഞപ്പോഴേക്കും രാക്ഷസി കടുകുമണിയോളം വലുപ്പമായിട്ട് മാറി. അപ്പോൾ രാമൻ കുനിഞ്ഞ് രാക്ഷസീനെ അങ്ങ് എടുത്ത് തൻ്റെ ഉത്തരീയത്തിന് തലയ്ക്ക് അങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നീ ലക്ഷ്മണൻ യുദ്ധം ചെയ്തപ്പോൾ വലുതായി പോയി എന്ന് കേട്ടല്ലോ, ഞാൻ അസ്ത്രം അയച്ചപ്പോൾ നീ ചെറുതായി വന്നല്ലോ, എന്താ നിൻ്റെ പേര് എന്ന് പറയുകയാണ്. അവർ എൻ്റെ പേരാണ് പ്രശ്നം എന്ന്. ജീവിതത്തിൽ പ്രശ്നം വരുന്ന സമയത്ത് രാമനായിട്ടാണോ ലക്ഷ്മണനായിട്ടാണോ നിങ്ങളതിനെ ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ ആധാരത്തിലാണ് അത് നമ്മളെ വിഴുങ്ങുന്നത്. അതുകൊണ്ട് അസംഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ രാക്ഷസി എൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചല്ല ആരെക്കുറിച്ച് എങ്ങനെ എന്നെ ഇമോഷണലി വീക്കാക്കാൻ കുത്തി നോവിക്കാനുള്ള കാര്യം പറയുമ്പോഴും ദ റിയാലിറ്റി ഈസ് റിയാലിറ്റി, ദ പേഴ്സണൽ റിയാലിറ്റി ഈസ് അവർ പേഴ്സണാലിറ്റി. അതുകൊണ്ട് ഞാൻ എന്തിനെ റിയാലിറ്റി ആയിട്ട് മാനിച്ചിട്ടുണ്ടോ അത് റിയാലിറ്റി തന്നെയാണ്. എനിക്കത് യാതൊരു വിധത്തിലെ ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് എൻ്റെ മൈൻഡിനെ പവർഫുള്ളാക്കാൻ സാധിച്ചാൽ അസംഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം എന്തോ ആ പ്രശ്നം ചെറുതായി അവസാനം അത് വെറും ഒരു കടുകുമണിയാവും. അതിനെ നമ്മൾ തൂക്കിയെടുക്കും. അല്ലെങ്കിൽ ഏത് പ്രോബ്ലമാണോ നമ്മുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ആ പ്രോബ്ലം നമ്മുടെ ബുദ്ധിയെ വീക്കാക്കും, അസംഷൻസ് കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും, ഊഹാപോഹങ്ങൾ കൊണ്ടും അനുമാനങ്ങൾ കൊണ്ടും ഇല്ലാത്ത കോട്ടയ്ക്കുള്ളിൽ സ്വയം നമ്മളെ ബന്ധിതരാക്കി അത് നമ്മളെ തൂക്കിയെടുത്തിരിക്കും. അതുകൊണ്ട് നമ്മുടെ അസംഷൻസ് ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ്. അസംഷൻസ് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ദ ലിസണിങ് മസ്റ്റ് ബി ഇൻ ദ പ്രോപ്പർ വേ. എങ്ങനെ ലിസൺ ചെയ്യണം? ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു പ്രജുരസത്തോടു കൂടി ഒരു മുൻധാരണയോടുകൂടി ഒരു കാര്യത്തെ കേൾക്കാതെ അവരെന്താണോ പറയുന്നത് ലെറ്റ് ഇറ്റ് ബി, കേൾക്കൂ.
കേൾക്കാനുള്ള വിനയത്തെ ധാരണ ചെയ്താൽ നമുക്ക് അസംഷൻ എന്ന ഒരു വലിയ ഹോളിനെ അടയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒന്ന് അസോസിയേറ്റഡ് മെമ്മറി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്ത് വരുന്നതായിട്ടുള്ള ഘടകം. ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് പറയും, മൈൻഡ് കുറേ ചിത്രങ്ങൾ കാണിക്കുന്നതിൽ എക്സ്പേർട്ടാണല്ലോ, പണ്ട് നോക്കിയേ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഡു ഇറ്റ് ദ സെയിം. പണ്ട് അവരെപ്പോലെ ഇവർ പെരുമാറുന്നത്, ആക്ട് ഇൻ ദ സെയിം. ഇങ്ങനെ മൈൻഡ് കുറേ ചിത്രങ്ങൾ കാണിച്ചെന്ന് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകും. നമ്മുടെ ബുദ്ധിക്ക് തിരിച്ചറിയാനുള്ള ശക്തി പോലും അതാണോ ശരി, ഇതാണോ ശരി, അത് വേണോ ഇത് വേണോ എന്ന് മനസ്സിലാവാതുള്ള ദ്വന്ദ്വത്തിൽ മനുഷ്യ മനസ്സ് വട്ടം കറങ്ങുക, അഥവാ വിഷ സൈക്കിളിനുള്ളിൽ കുരുങ്ങാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു ഹോളും നമുക്ക് അടച്ചേ പറ്റുള്ളൂ. അതിനുള്ള വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭയം വരുന്ന സമയത്ത് മനസ്സിനെ ആശ്വസിപ്പിക്കാൻ പഠിക്കണം. അത് എന്താണോ കാണിച്ചിരുന്ന ചിത്രം അതിന് വിശകലനം ചെയ്യാൻ പഠിക്കണം, അനലൈസ് ചെയ്യാൻ പഠിക്കണം, ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും പഠിക്കണം. ഇങ്ങനെ ഈ 4 ഹോളുകളെ നമ്മൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം, ഇത് ഒരു പ്രാവശ്യം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല. എപ്പോഴെല്ലാം ഇത്തരം സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഇതൊരു പ്രോസസ്സാണ്. ലൈഫ് ഈസ് എ പ്രോസസ്, ദിസ് ഈസ് എ പ്രോസസ്. അതുകൊണ്ട് എന്നും ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കും, എന്നും എക്സ്പീരിയൻസസ് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നും ഹോളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഹോളുകൾ വരുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ എന്ന ടെക്നിക്കിൽ, അതുകൊണ്ടാണ് ഗീത എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, അർജുന നിൻ്റെ തേരാളിയായിക്കൊണ്ട് ഞാൻ വരാം, ഞാൻ യുദ്ധക്കളത്തിലേക്കില്ല എന്ന്. ഒരു അക്യുറേറ്റ് മെസ്സേജാണത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തേര് എവിടെ പോകണം എന്ന് ആരോട് യുദ്ധം ചെയ്യണം നിശ്ചയിച്ചിരുന്നത് ആ തേരാളിയായിരുന്നു. അതുപോലെ ആ തേരാളി തേരിൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ എത്ര വലിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് കുതിര ആ സ്ഥലത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തേരിലിരിക്കുന്ന ആളെ സഹായിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ശരിയും നിൻ്റെ ശരിയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇത്തരത്തിലായിട്ടുള്ള ഹോൾസിൻ്റെ ഉള്ളിൽ അനുഭവമാകുന്ന ഹോളുകളിൽ മനസ്സുകൊണ്ട് കുരുക്കി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ദ ബെസ്റ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ സ്റ്റഡി, അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നത് വേണം എന്നൊരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല, ബട്ട് ഞാൻ സ്വന്തമാക്കിയത് എനിക്ക് പറയാലോ. ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ അവിടെ പഠിക്കുന്ന സമയത്ത് ദിവസവും എൻ്റെ ശരിക്കും നിൻ്റെ ശരിക്കും ഉപരിയായിക്കൊണ്ട് സത്യത്തിൻ്റെ ആധാരമായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പഠിക്കാറുണ്ട്, സ്വന്തമാക്കാറുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പഠിക്കാം. അഥവാ ഏതെങ്കിലും രീതിയിൽ സ്പിരിച്വൽ സ്റ്റഡി ആയിരിക്കണം, റീഡിങ് ആവരുത്. ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട്, ഖുറാൻ വായിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്, രാമായണം വായിക്കുന്നുണ്ട്. വായന കൊണ്ട് മാത്രം ഒരിക്കലും ഒന്നും സ്വന്തമാക്കാൻ സാധിക്കില്ല. പഠിക്കണം. ഓരോ സന്ദർഭത്തിനും ഓരോ വാക്കുകളെയും വിശകലനം ചെയ്യണം. അതിനുള്ളിൽ നമുക്കതായിട്ടുള്ള ഗൈഡൻസ് എന്തെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യണം. അത് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാൽ നമുക്കതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ട് മാറും. നമ്മുടെ ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിക്കൊണ്ട് ബുദ്ധിയോഗം ഈശ്വരനുമായിട്ട് ചേർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബുദ്ധിയോഗം ഞാനുമായി ചേർക്കുന്നത്. ചേർത്തെന്താണ്? നമ്മുടെ ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി മാറ്റുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ മുന്നേ ആ കടിഞ്ഞാൺ അക്യുറേറ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ ചെക്ക് ചെയ്തതിൻ്റെ ആധാരത്തിലതായിട്ടുള്ള ഡിസിഷൻ എപ്പോഴും ഒരു പെർഫെക്റ്റ് ഡിസിഷനായിരിക്കും. അത് നമ്മളെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതിന് ബുദ്ധിനെ ക്ലീൻ ആൻഡ് ക്ലിയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതിന് സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പം നമ്മുടെ ബുദ്ധിനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാൻ, അതിലെ ഹോൾസിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അത് പെർഫെക്റ്റ് നെറ്റ്വർക്ക് ആക്കാൻ വേണ്ട മെഡിറ്റേഷൻ എന്താണ്, അത് നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓം ശാന്തി. ഓം ശാന്തി. നമ്മുടെ പഴയ സ്മൃതികളെ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ മറക്കാൻ നമുക്കാവില്ല. എന്നാൽ അതിലെ ഫീലിംഗ് പാർട്ടിനെ തീർച്ചയായും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി തയ്യാറെടുത്ത മനസ്സോടുകൂടി ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ പഴയ എന്നെ വിഷമിപ്പിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന എല്ലാ ഫീലിങ്സും ഞാൻ ഇതോടെ കളഞ്ഞിരിക്കും എന്ന ദൃഢസങ്കല്പത്തോടു കൂടി സ്വസ്ഥമായി ഏതെങ്കിലും ഒരു കസേരയിൽ
ഇരുന്നാലും പുറമേയുള്ള ശബ്ദങ്ങൾ ശല്യപ്പെടുത്താത്ത രീതിയിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ നിമിഷങ്ങളിൽ ഞാനും എൻ്റെ സങ്കല്പങ്ങളും മാത്രമാണ്. മറ്റു മൊബൈലില്ല, മറ്റു വ്യക്തികളില്ല, മറ്റാരുമില്ല. ഒറ്റയ്ക്ക് ഞാൻ എനിക്കൊപ്പം തന്നെ ഇരിക്കുന്ന നിമിഷങ്ങളാണ്. ഇക്കാര്യത്തിൽ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ നമ്മുടെ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. വളരെ സ്വസ്ഥമായി, റിലാക്സ്ഡായി നിങ്ങളുടെ കസേരയിലിരുന്നാലും പതിയെ പതിയെ നിങ്ങളുടെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരൽ മുതൽ പതിയെ ശരീരത്തിലൂടെ കൊണ്ടു നടന്നാലും കാൽപാദങ്ങൾ, കാൽമുട്ട് വരെയുള്ള ഭാഗം, അരവരെയുള്ള ഭാഗങ്ങൾ, കഴുത്തുവരെയുള്ള ഭാഗം, കൈകളുടെ വിരലറ്റം വരെ, കഴുത്ത്, തല, മുഖം, കണ്ണുകൾ, ഭ്രൂമധ്യത്തിൽ പൊട്ടുതൊട്ട പോലെ തിളങ്ങുന്ന ആ സചേതനമായിരിക്കുന്ന ശക്തി ശ്രദ്ധയെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവന്നാലും വളരെ പതിയെ പതിയെ ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ഇപ്പോൾ ഈ ലോകത്ത് ഞാനും ഈ ശരീരത്തിലിരിക്കുന്ന സചേതന ശക്തിയായ ഞാനും ഈ ശരീരവും എൻ്റെ സങ്കല്പങ്ങളും മാത്രമാണ്. എൻ്റെ സ്മൃതിയുടെ താളുകളിൽ നിന്നും ഓർമ്മയുടെ ചെപ്പ് തുറന്ന് എൻ്റെ മനസ്സിനുള്ളിലെ എല്ലാ പഴയ വേദനിപ്പിക്കുന്ന സ്മൃതികളും ഞാൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴെൻ്റെ മുന്നിലായി ഒരു വലിയ ആഷ് നിറത്തിലുള്ളതായ ഒരു ചുമരിൽ വലിയൊരു കറുത്ത TV ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ കാണുന്നു. ഞാൻ ആ TV ഓൺ ചെയ്യുകയാണ്. ആ TVയിൽ മനോഹരമായൊരു നാടകം നടക്കുന്നു. അതെൻ്റെ തന്നെ ജീവിതമാകുന്ന നാടകമാണ്. നല്ല നല്ല മുഹൂർത്തങ്ങൾ, എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്ന നിമിഷങ്ങൾ, സന്തോഷം കൊണ്ട് മതിമറന്ന് ആസ്വദിച്ച നിമിഷങ്ങൾ. ഇത്ര നല്ല സിനിമയാണ്. പതിയെ പതിയെ എൻ്റെ മനസ്സിൽ നിന്നും ആ പഴയ ചീത്ത സ്മൃതികൾ ഉണർന്നു വരികയാണ്. എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന, എൻ്റെ ഊർജം നഷ്ടമാക്കുന്ന ആ മോശമായ സ്മൃതികൾ. അതിൻ്റെ വേദനയും അമർഷവും ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നോട് മോശമായി പറയുന്നവരുടെ വാക്കുകളും അതിൻ്റെ ഫീലിങ്ങും
അവരണിഞ്ഞ ഡ്രസ്സ് പോലും അതേ നിറത്തിൽ എനിക്ക് കാണാം. തീർച്ചയായും ഇതെൻ്റെ മോശമായൊരു അനുഭവമായിരുന്നു. എന്നാൽ ഇന്നല്ലല്ലോ. ഞാൻ ഇന്ന് വേറെ തന്നെയാണ്. ഇതെൻ്റെ പഴയ സ്മൃതിയാണ്. അതുകൊണ്ട് ഇത് ഇത്രയും കളർഫുള്ളായി കാണേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ റിമോട്ട് കൊണ്ട് ഇതിൻ്റെ കളർ ഇല്ലാതാക്കുകയാണ്. പതിയെ പതിയെ ടി വിയിലെ ദൃശ്യങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റായി മാറിയിരിക്കുന്നു. എങ്കിലും ഇതിൻ്റെ ശബ്ദവും ഈ ഫീലിങ്ങും എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ ശബ്ദവും ഇല്ലാതാക്കുന്നു. വെറും മൂവി ചിത്രം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ചിത്രം, യാതൊരു ശബ്ദവുമില്ല, ഒരു ഫീലിങ്ങുമില്ല. ഞാൻ ആ സിനിമ കാണുകയാണ്. അതൊരു സിനിമ മാത്രം, കഴിഞ്ഞുപോയ ഒരു സിനിമ. അതിനെ ഞാൻ ബോറടിച്ച് കാണുകയാണ്. ഒരു ശബ്ദവുമില്ലാത്തതുകൊണ്ടും ഒരു ഫീലിങ്ങും ഇല്ലാത്തതുകൊണ്ടും എനിക്കിതിൽ ഓരോ രസവും തോന്നുന്നില്ല. ഞാൻ ഈ ദൃശ്യങ്ങളെ മായ്ച്ചു കളയുകയാണ്. ഇപ്പോഴെൻ്റെ മുന്നിലെ ടി വി സ്ക്രീനിൽ വെറും തരംഗങ്ങൾ മാത്രം ഞാൻ കാണുന്നു. ഒരു ദൃശ്യങ്ങളുമില്ല. ഇതിലൊരു ഫീലിങ്ങുമില്ല. ഇപ്പോൾ ഞാൻ തികച്ചും റിലാക്സ്ഡ് ആണ്. ആ ഫീലിംഗ് എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ ഫീലിങ്ങിനെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ സ്മൃതി തന്നെ ഇല്ലാതാക്കുന്നു. ഇനി എന്തിനാണ് ഈ കറുത്ത ടി വി? ഞാനിതിനെ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കയ്യിൽ റിമോട്ട് അമർത്തിയപ്പോൾ ഈ ടി വി അങ്ങ് അകലേക്ക് ആകാശത്തിലേക്ക് ഉയരുന്നു. ഒരു കറുത്ത മേഘവുമായി കൂട്ടിയിടിച്ച് കത്തി ചാരമായി തീരുകയാണ്. ഇപ്പോഴെൻ്റെ മനസ്സ് തികച്ചും ശാന്തമായിരിക്കുന്നു. ദീർഘമായി 2-3 തവണ ശ്വാസം വലിച്ചു വിട്ടാലും ഭാരമൊഴിഞ്ഞുപോയ ശാന്തമായ മനസ്സ് ഒരു വെള്ളി നക്ഷത്രം പോലെ ആ പരമ ചൈതന്യമായ ഭഗവാൻ ഇപ്പോഴെൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ആ വെള്ളി വെളിച്ചം എന്നിലേക്ക് ഒഴുകി നിറയുകയാണ്. തണുത്ത ശീതളമായ സുഖകരമായ ശാന്തമായ അവസ്ഥയെ ഞാൻ അനുഭവം ചെയ്യുന്നു. റിലാക്സ്, കംപ്ലീറ്റ് റിലാക്സ്. ഈ അവസ്ഥയിൽ അഥവാ നിങ്ങൾക്ക് ഉറക്കം വരുന്നുവെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങേണ്ടതാണ്. നാളെ നേരം പുലരുമ്പോൾ അഥവാ ഉറക്കമുണരുമ്പോൾ മനസ്സിൽ നിന്ന് ഈ ഭാരം എവിടേക്കോ പോയി മറഞ്ഞതായി അനുഭവപ്പെടും. ഒരു ദിവസം കൊണ്ടായില്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് വേണമോ റിപ്പീറ്റ് ചെയ്യൂ. എന്നാലും ആ പഴയ സ്മൃതികൾ അത് നമ്മുടെ ഊർജം നഷ്ടമാക്കുന്നതാണ്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാക്കുന്നതായിരിക്കുന്ന സ്മൃതികളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ അതിന് യാതൊരു മൂല്യവും നൽകില്ല. ഞാൻ എൻ്റെ പോസിറ്റീവായ വൈബ്രേഷനിൽ എൻ്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായി ഊർജം നിറഞ്ഞ അവസ്ഥയിൽ എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാൽവെക്കുകയാണ്. താങ്ക് യു. ഓം ശാന്തി.